കോഴിക്കോട് താമരശ്ശേരിയിൽ ചായക്കടയിൽ സംഘർഷം. ജീവനക്കാരൻ ക്രൂരമായ മർദ്ദനമേറ്റു. ചുടലമുക്ക് സ്വദേശി ബിനീഷിനാണ് പരിക്കേറ്റത്. സംഭവം ഇങ്ങനെയാണ്. അതായത് കടയുടെ മുമ്പിൽ നിന്നൊരു സ്വർണ്ണമാല വീട് കിട്ടി. ഇതാ കട ജീവനക്കാരനെ ഒരാൾ ഏൽപ്പിച്ചു. പിന്നീട് മാല എവിടെയെന്ന് ജീവനക്കാരോട് ചോദിച്ചപ്പോൾ മുക്കുപണ്ടമായതുകൊണ്ട് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു. ഇത് വിശ്വസിക്കാൻ പറ്റാതെയാണ് തല്ലുണ്ടായത്. കഴിഞ്ഞ മാസം 14-ാം തീയതി ബിനീഷ് ജോലി ചെയ്യുന്ന കടയ്ക്ക് മുന്നിൽ നിന്നും നാസറിന് ഒരു ബ്രേസ്ലെറ്റ് കളഞ്ഞു കിട്ടിയിരുന്നു. ഉടമസ്ഥനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ബിനീഷിന് സ്വർണ്ണാഭരണം നൽകുകയും ചെയ്തു. കടയുടെ മുന്നിൽ ആഭരണം കളഞ്ഞു കിട്ടിയതായി എഴുതിവെക്കണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ കടയ്ക്ക് മുന്നിൽ എഴുതി പ്രദർശിപ്പിക്കാൻ ബിനീഷ് തയ്യാറായിരുന്നില്ല. നാസർ തുടർച്ചയായി അന്വേഷിച്ചപ്പോൾ ആഭരണം പോലീസിന് നൽകിയെന്നാണ് കടയിലെ ജീവനക്കാരൻ പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അത്തരത്തിൽ ഒരു ബ്രേസ്ലെറ്റ് നൽകിയില്ലെന്ന് മനസ്സിലായി. ആഭരണം മുക്കുവണ്ടമാണെന്നും അത് വലിച്ചെറിഞ്ഞു എന്നും കടയിലെ ജീവനക്കാരൻ പറഞ്ഞതോടെ നാസർ ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. ബിനീഷിന്റെ ചെവിക്ക് കടിയേറ്റു. 2 പല്ലുകൾ ഇളകി. ദേഹമാസകലം മർദ്ദനവുമേറ്റു. നാസറിന്റെ കൈക്ക് കടിയേറ്റ് മുറിവുണ്ട്. താമരശ്ശേരി പോലീസ് ആശുപത്രിയിലെത്തി ബിനീഷിന്റെ മൊഴി രേഖപ്പെടുത്തി. ബിനീഷിന്റെ മാതാവ് ഒരു ആഭരണം പോലീസിനെ ഏൽപ്പിച്ചുവെങ്കിലും പരിശോധനയിൽ അത് സ്വർണമായിരുന്നില്ല. പോലീസ് CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.